അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ സ്മെൻസ വ്ളോഗ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ വന്നിട്ടുള്ളത്. സോ ഐ ആം സോ ഹാപ്പി ഫോർ ദിസ് ഡേ. അങ്ങനെ 12 മണി ആയിട്ടുണ്ട് ഗൈസ്. ടുഡേ ഇസ് മൈ ബർത്ത്ഡേ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ സത്യം പറയുന്നത് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു അടിപൊളിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ക്യാൻഡിൽ കത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന പോലെയല്ല, റിയൽ ലൈഫിൽ കാണാൻ വേണ്ടി അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷേ എനിക്ക് വീഡിയോയിൽ അത്രയും ഭംഗിയിൽ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയിൽ കുറേ ഇരുന്നിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ഉറക്കം വരണില്ല. കാരണം ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അപ്പം എന്തായാലും മെയ് പെട്ടെന്നാണ്, എന്ത് വെക്കേഷനൊക്കെ ആയാലും ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയെന്നൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇറ്റ്സ് ടുഡേ മൈ ബർത്ത്ഡേ. ഐ ആം സോ ഹാപ്പി ഗൈസ്. അങ്ങനെ ഇവിടെ ഉള്ളൊരു കാർഡ് ഉണ്ടായിരുന്നു, അത് മറ്റേ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആരും എന്നെ വിഷ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ടേബിളൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉറക്കം വന്നു. അങ്ങനെ നാളത്തേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ഇരിക്കുകയാണ്. അങ്ങനെ ലൈറ്റൊക്കെ നോക്കിയിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനിപ്പം എണീറ്റു. സമയം കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ചേട്ടന് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എണീറ്റിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഇത് അമ്മ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു വന്ന ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെ എടുക്കുന്നു. പക്ഷേ കുറച്ച് ക്ലിപ്സ് മാത്രമേ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടു. പിന്നെ നമ്മളിതാ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ എനിക്ക് റേറ്റ് കറക്റ്റ് അറിയില്ല. അടിപൊളി ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബോട്ടിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും സ്റ്റൈലായിട്ടുള്ള ഇതിനകത്ത് വെള്ളം നിറച്ച് വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും. പക്ഷേ ഇതിനകത്ത് കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അതാണ് പ്രത്യേകത കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് വെള്ളം എന്നും കുടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. എൻ്റെ ടേബിളിലിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. വീഡിയോസിലൊക്കെ കണ്ടെങ്കിൽ എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് അതാണ്. പിന്നെ താഴെ ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ വെളിയിലൊക്കെ പോയപ്പം അത്യാവശ്യം ചെറിയൊരു മഴക്കാരൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച് പോയിട്ടൊന്ന് പ്ലാനർ എഴുതാമെന്ന്, 2025 പ്ലാനാണ് ഗൈസ്. അങ്ങനെ അത് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഈ പ്ലാനറും കാര്യങ്ങളൊന്നും എഴുതണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യമല്ല, എന്നാലും ഒന്ന് എഴുതിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ആ പേജ് നോക്കി എന്തോരം കഷ്ടപ്പെടുന്ന പറയാം. ഇങ്ങനെ ഫൈനലി നമുക്ക് ആ പേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പേജിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അതാ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. അങ്ങനെ നോക്കിയതാ നമ്മുടെ മോട്ടീനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കളിക്കാൻ വേണ്ടി എന്തോ ഇരിക്കുകയാണ് കേട്ടോ, എന്തോ കുസൃതി കാണിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാണ് നമ്മൾ ജേർണലിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഫുള്ളായിട്ടൊന്നും കാണിച്ചില്ല, കാരണം ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആ മോട്ടി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ലൈക്ക് ഒരു 11 മണിക്ക് ഉറങ്ങുവാണെങ്കിൽ അവിടെ ഒരു 12 ആകുമ്പം അല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവളെ പൊക്കി അങ്ങ് എടുത്തു കേട്ടോ. ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കി എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പൂച്ചകളൊക്കെ ഇങ്ങനെ പിടിക്കാമെന്ന് പറയുമ്പോൾ. പിന്നെ ആ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഡാൻസ് വീഡിയോയിലൊക്കെ കാണുന്ന ഫ്രണ്ട് എനിക്ക് അതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ദിസ് കാർഡ്. ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താ സംഭവം എന്നറിയാൻ വേണ്ടി. എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അൽഫോൺസ എന്നാണ് ആളുടെ പേര് കേട്ടോ. ഒരു ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു വാഷി ടേപ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഒരു എന്താ പറയുക, ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റിയൽ കേക്ക് എന്ന് പറയുമ്പം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മേയുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ബർത്ത്ഡേ ആണ് ഒരു ദിവസം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒന്ന് വിഷ് ചെയ്യണേ. അപ്പം ഇതുപോലെ കേക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഫ്ലേവർ ബ്ലൂബെറിയോ സംതിങ് ആയിരുന്നു. അപ്പോൾ മോട്ടീനും കൊണ്ട് കത്തിച്ചതാണ്. അവളുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു പൂടെ അങ്ങ് കത്തിപ്പോട്ടോ. ഞാൻ നന്നായിട്ട് വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇതിട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് എന്താ. അതിൻ്റെ അപ്പൂപ്പൻ തന്നാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിൻ്റെ എന്തുവാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്ത് പറ്റിയെന്ന്. എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല. ഓ അടിപൊളി. ഇറ്റ്സ് സോ എക്സൈറ്റഡ് വാട്ട്സ് ഇൻസൈഡ്. ഗൈസ്, നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ സാധനമാണ് കിട്ടിയത്. വരുന്നേ. സോ ബ്യൂട്ടിഫുൾ ഗൈസ്, ഐ ലൈക്ക് ഇറ്റ്. ആ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി, സോ സൂപ്പർ.
ഇവിടെ നമുക്ക് അവിടെ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാമെന്ന് കേട്ടോ, അടിപൊളി സാധനം. ഇപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഞങ്ങളിവിടെ വന്നാണ് കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അമ്മ വീട്ടിൽ വന്നപ്പോഴേക്കും എന്തായാലും ഒരു കേക്കൊക്കെ മുറിക്കണമല്ലോ. അങ്ങനെ ഇവിടെ 5 കേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവരെനിക്കും തന്നു കേട്ടോ. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ, ബൈ.